രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 1-2 മത്സരങ്ങളെല്ലാം പൂർത്തിയാക്കി 2ാം റൗണ്ട് മത്സരങ്ങളിലേക്ക്. 1ാം റൗണ്ട് മത്സരങ്ങളിൽ വിജയികളായ എല്ലാ മത്സരാർത്ഥികളും ഈ 2ാം റൗണ്ടിലും പങ്കെടുക്കുന്നുണ്ട്. ശക്തരായ എതിരാളികൾക്ക് മുമ്പിൽ തോറ്റുപോയ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച 6 സ്കൂളുകളെ കൂടി ഈ 2ാം റൗണ്ടിൽ പങ്കെടുപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. സ്കൂളുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം എ അമൃത വിദ്യാലയം പന്തളം, ടീം ബി വ്യാസവിദ്യാലയം കാക്കനാട്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്നാലും നമുക്ക് ഒന്നും കൂടെ പരിചയപ്പെടാം. പേര് പറയൂ. ഞാൻ അതുൽ, പ്ലസ് 1 പഠിക്കുന്നു. മോളുടെ പേര്? ഞാൻ ഗായത്രി, 8th പഠിക്കുന്നു. ഞാൻ ഗൗരി, 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഞാൻ ഗൗതം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ആപത്തിലോ ധനനഷ്ടത്തിലോ ജീവൻ പോകുന്ന സമയത്തു പോലുമോ ചിന്തിച്ച് പാരവശ്യം വെടിയുന്നത് എങ്ങനെയുള്ളവരാണ് എന്നാണ് സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നത്? എ. ശുഭാപ്തി വിശ്വാസമില്ലാത്തവർ. ബി. എന്തും വന്നോട്ടെ എന്ന് കരുതുന്നവർ. സി. എല്ലാം നല്ലതിനു തന്നെ എന്ന ബുദ്ധി കൈക്കൊണ്ടവൻ. ഡി. ദുഷ്ടന്മാർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, എല്ലാം നല്ലതിനു തന്നെ എന്ന ബുദ്ധി കൈക്കൊണ്ടവൻ. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തു. ഉറപ്പാണോ? അതെ. അതെ ആണ്. ശരി, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ദുന്ദുബിക്ക് ചേർന്ന എതിരാളി ബാലിയാണെന്ന് ദുന്ദുബിയോട് ഉപദേശിക്കുന്നത് ആരാണ്? എ. സമുദ്രം. ബി. ആകാശം. സി. ഹിമവാൻ. ഡി. വിന്ധ്യൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി. വിന്ധ്യൻ. ഡി. വിന്ധ്യൻ. ലോക്ക് ചെയ്യണോ? ലോക്ക് ചെയ്തു. ഡി. വിന്ധ്യൻ. വിന്ധ്യൻ എന്ന് ഉദ്ദേശിച്ചത് വിന്ധ്യ പർവ്വതത്തെ ബേസ് ചെയ്തിട്ടാണോ അങ്ങനെയൊക്കെ വിന്ധ്യൻ? നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണോ? ടീം ബി ഉത്തരം പറയാത്ത സാഹചര്യത്തിൽ നമ്മൾ ടീം എയോടാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: ദുന്ദുബിക്ക് ചേർന്ന എതിരാളി ബാലിയാണെന്ന് ദുന്ദുബിയോട് ഉപദേശിക്കുന്നത് ആരാണ്? എ. സമുദ്രം. ബി. ആകാശം. സി. ഹിമവാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ. സമുദ്രം. എ. സമുദ്രം. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തു. എ. സമുദ്രം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് രാഹുൽ ഈശ്വർ. ഓരോ കാര്യത്തിന് ഓരോ ദേവതയെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം സമുദ്രത്തിൻ്റെ ദേവതയായ വരുണൻ ഞാൻ നിനക്ക് ചേർന്ന എതിരാളിയല്ലെന്നും നീ ഹിമവാന്റെ അടുത്ത് പോകണമെന്നും പറയുന്നു. ഹിമവാനാണ് പറയുന്നത് ഞാനല്ല നിന്റെ എതിരാളി, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുകയും നീ ബാലിയുടെ അടുത്ത് പോവുകയും ചെയ്യണമെന്നാണ് എൻ്റെ ധാരണ. അപ്പം ഉത്തരം ഹിമവാനാണ്. ഹിമവാനാണ് ശരിയായ ഉത്തരം. ബിക്കും എക്കും 1 മാർക്ക് നേടാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: താങ്കൾ നിരന്തരം കോപിക്കരുത്. ഇന്ദ്രതുല്യ ശൗര്യമുള്ള അങ്ങ് ആ കോസല രാജകുമാരന്മാരുമായി കലഹിക്കരുത്. ബാലിയെ ഇങ്ങനെ ഉപദേശിക്കുന്നത് ആരാണ്? എ. രുമ. ബി. മന്ത്രിമുഖ്യൻ. സി. താര. ഡി. ഹനുമാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, താര. ഓപ്ഷൻ സി, താര. ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തു. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: തന്റെ വജ്രായുധമേറ്റിട്ടും തളരാതിരുന്ന ബാലഹനുമാന് ഇന്ദ്രൻ നൽകിയ വരമെന്ത്? എ. സ്വച്ഛന്ത മൃത്യു. ബി. സുഖനിദ്ര. സി. സാത്വിക ജീവിതം. ഡി. അജയ്യമായ കരുത്ത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, അജയമായ കരുത്ത്. ഓപ്ഷൻ ഡി, അജയ്യമായ കരുത്ത്. ഞാൻ ലോക്ക് ചെയ്യട്ടെ? എന്തായാലും ഞാൻ ലോക്ക് ചെയ്തു. ഡി, അജയ്യമായ കരുത്ത്. വായിച്ചതാണോ? എവിടെയോ വായിച്ചൊരു ഓർമ്മ.
നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, ഞാൻ ലോക്ക് ചെയ്യണോ? അപ്പൊ എന്നോട് ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എനിവേ ആ ക്വസ്റ്റ്യൻ ടീം എക്ക് കൈമാറുകയാണ്. ചോദ്യം ഇതാണ്: തന്റെ വജ്രായുധമേറ്റിട്ടും തളരാതിരുന്ന ബാലഹനുമാന് ഇന്ദ്രൻ നൽകിയ വരമെന്ത്? എ സ്വച്ഛന്ത മൃത്യു, ബി സുഖനിദ്ര, സി സാത്വിക ജീവിതം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ സ്വച്ഛന്ത മൃത്യു. ഓപ്ഷൻ എ സ്വച്ഛന്ത മൃത്യു ലോക്ക് ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ, ഓപ്ഷൻ എ സ്വച്ഛന്ത മൃത്യു. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം എയോട് തന്നെയാണ്. ചോദ്യം ഇതാണ്: ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞതു രക്തവും വീണു മാതംഗാശ്രമസ്ഥലെ. ആരുടെ ഉത്തമാംഗം? എ മായാവിയുടെ, ബി ദുന്ദുബിയുടെ, സി ചാണൂരന്റെ, ഡി സുഷേണന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ദുന്ദുഭിയുടെ. ഓപ്ഷൻ ബി ദുന്ദുബിയുടെ ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി ദുന്ദുബിയുടെ. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ. സമ്പാദി ആരോടാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത്? എ നിശാകര താപസനോട്, ബി പുത്രനോട്, സി ജഡായുവിനോട്, ഡി വിന്ധ്യപർവ്വതത്തോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പുത്രനോട്. ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്യേണ്ടി വരണോ? പുത്രനോട്. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞതിന് മുമ്പേ സ്വന്തം പറയണ്ട. തെറ്റാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ തെറ്റ് പറഞ്ഞ്? അറിയില്ലായിരുന്നു. ബി ഉത്തരം പറഞ്ഞില്ല. അപ്പം ആ ചോദ്യം എക്ക് കൈമാറുകയാണ്. സെയിം ക്വസ്റ്റ്യൻ: ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ. സമ്പാദി ആരോടാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത്? എ നിശാകര താപസനോട്, സി ജഡായുവിനോട്, ഡി വിന്ധ്യപർവ്വതത്തോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ നിശാകര താപസനോട്. ലോക്ക് ചെയ്യുന്നു. എ നിശാകര താപസനോട്. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് വീണ്ടും 1 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. നമുക്ക് പരിചയപ്പെടാം. ടീം എ അമൃതവിദ്യാലയം പന്തളം, ടീം ബി വ്യാസവിദ്യാലയം കാക്കനാട്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്കനീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല, കേൾ അല്ലലുണ്ടാകായികതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല, കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം. വിശദീകരിച്ചോളൂ. അധ്യാത്മരാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിലെ താരോപദേശം എന്ന ഭാഗത്തിലെ വരികളാണിവ. ബാലി നിഗ്രഹം നടത്തിയ ശ്രീരാമനോട് തൻ്റെ പതിയായ ബാലിയെ നഷ്ടപ്പെടുന്ന താര വിലപിച്ചുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് തന്നെ കൂടി വധിക്കണം എന്ന് ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ് ഈ വരികളിൽ. അങ്ങനെ വിലപിക്കുന്ന താരയോട് ശ്രീരാമദേവൻ ഇവിടെ തത്വജ്ഞാനോപദേശങ്ങൾ നൽകുകയാണ്. അദ്ദേഹം പറയുകയാണ്: അല്ലയോ ദേവി താരെ, അവിടുന്ന് എന്തുകൊണ്ടാണ് അവിടുത്തെ പതിയെക്കുറിച്ചോർത്ത് ഇപ്രകാരം ദുഃഖിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ഇവിടെ മരണപ്പെട്ടത്. പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി ഇവ ചേർന്നുണ്ടായ ജഡവസ്തുവായ ശരീരം കാഷ്ടതുല്യമാണ്. ജീവനാകുന്ന ആത്മാവ് നിരാമയനാണ്. അതിന് മരണമില്ല.
അതൊരിക്കലും ഒരു വിലാപ വസ്തു ആകുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് തെല്ലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ ദുഃഖം വൃഥാവിലാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വൈദവ്യ ദുഃഖം അനുഭവിക്കുന്ന താരാദേവിയെ തൻ്റെ വാക്ചാതുരിയോടെ ശ്രീരാമദേവൻ ആശ്വസിപ്പിക്കുകയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടിപൊളി. നമുക്ക് ശ്രീകുമാർ സാറിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, വളരെ ഭംഗിയായി. ആദ്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോൾ ഞാൻ ഇതിനകത്ത് സംഗീതമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. പിന്നെ നിശ്ചയമാത്മ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഒരു സംഗീതം അവിടെ കയറി വന്നു. പിന്നെ അല്ലേ മനസ്സിലായത് നല്ലൊരു ശുദ്ധമായിട്ട് അർത്ഥം അറിഞ്ഞ് അതിനെ പെറുക്കി ഇങ്ങനെ ചൊല്ലുന്ന ഒരു രീതിയാണെന്ന് മനസ്സിലായി. വളരെ ഭംഗിയായി. താങ്ക് യു സാർ. നമുക്ക് മാർക്സിലോട്ട് പോവാം അല്ലേ? ശ്രീകുമാർ സാർ 7/10. ഗോപാലകൃഷ്ണൻ സാർ, സാധാരണ ഒരാൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ വന്നാളും കരഞ്ഞാൽ എന്താ പറയുക? കരച്ചിൽ പ്ലസ് കരച്ചിൽ ഇസ് ഈക്വൽ ടു കൂട്ടക്കരച്ചിൽ. ഇവിടെ രാമൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഈശാവാസ്യ ഉപനിഷത്തിലെ 6ാമത്തെ മന്ത്രമാണ് ഇവിടെ വിവരണമായിട്ട് കൊടുക്കുന്നത്. അത് വിരൽ ചൂണ്ടിക്കൊണ്ട് കൊടുക്കുന്നതാണ്. ഞാൻ 6 മാർക്ക് തരുന്നു. ഗ്രേറ്റ്. നന്നായി ചൊല്ലി, നല്ല വോയിസ്, എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി. ആദ്യം ഒന്ന് നോക്കുകയായിരുന്നു, പക്ഷേ പിന്നീട് അത് പേസ് പിക്ക് ചെയ്തു. 6 മാർക്ക്. ടീം എ നേടിയിരിക്കുന്നത് 19 മാർക്ക്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാർ എന്നാലോക്യചേതസി ഭാതി സദൈവമേ വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വനീ ദേവകളോ മറ്റതെന്നിയേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു. ആശയം. ശ്രീരാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിന് വേണ്ടി ഋഷ്യമൂക പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ഭയന്ന സുഗ്രീവൻ ഹനുമാനോട് ഇവരിരുവരും ആരാണെന്ന് അന്വേഷിച്ചു വരാൻ പറയുന്നതാണ് സന്ദർഭം. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ബ്രാഹ്മണവേഷം ധരിച്ച് ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരുടെ അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെ കണ്ടിട്ട് മൂന്ന് ലോകത്തിൻ്റെയും സൃഷ്ടികർത്താക്കളാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു. വിശ്വൈക വീരന്മാരായ അശ്വിനി ദേവകളല്ലേ നിങ്ങൾ? അതോ പ്രപഞ്ചത്തിൻ്റെ കാരണാഭൂതന്മാരായ ഈശ്വരന്മാരാണോ? പ്രധാന പുരുഷന്മാരായ നിങ്ങൾ മായയാൽ മനുഷ്യവേഷം ധരിച്ച് സഞ്ചരിക്കുകയാണ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, തിരക്കേടില്ലാതെ ചൊല്ലി, ഒരു പുരാണപാരായണം ചൊല്ലുന്ന ഒരു രീതിയിൽ ചൊല്ലി. പറഞ്ഞപ്പോൾ ലേശം ഒരു തപ്പലുണ്ടായിരുന്നു. ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. താങ്ക് യു സാർ. നമുക്ക് മാർക്കിലോട്ട് കടക്കാം. സാർ 5/10. ഗോപാലകൃഷ്ണൻ സാർ, പറഞ്ഞത് ശാന്ത ഗംഭീരായിരുന്നു, ഫ്രീ ഫ്ലോ ആയിരുന്നു. വിവരണം കൊടുത്തതും ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊടുത്തത്. ഞാൻ 6 മാർക്ക് തരുന്നു. നന്നായിട്ട്. വിശ്വജി, നന്നായിരുന്നു, പക്ഷേ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 5 മാർക്ക്. അങ്ങനെ ടീം ബി നേടിയിരിക്കുന്നത് 16 മാർക്കാണ്. വിത്രസ്ത ഹൃദയനാ പക്ഷിരാജനം ചൊന്നാൻ വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമിത്രയും തവ താതനു വിശേഷിച്ചും
സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. സീതേ, സീതേ, ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി, സീതേ, നീ നീ എവിടെയാ? ലക്ഷ്മണ, ജ്യേഷ്ഠ, സീതയെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ജ്യേഷ്ഠൻ ആശ്വസിക്കൂ, ജ്യേഷ്ഠത്തെ നമുക്ക് കണ്ടെത്താം. എത്ര നേരമായി നാം സീതയെ തേടുന്നു. നോക്കൂ, മൃഗങ്ങൾ പോലും നമ്മോട് പ്രതികരിക്കുന്നു. അവ നൽകുന്ന സൂചന ജ്യേഷ്ഠത്തി ഇതാ ഈ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ ഉണ്ടാകുമെന്നാണ്. വരൂ ജ്യേഷ്ഠ, നമുക്ക് നോക്കാം. ആഗ്രഹമുണ്ടെനിക്ക് ദാശരഥേ രാമ, ആർത്തനെന്നാകിലും തവ ചിത്സ്വരൂപം കണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ രാമ. രാമ, ശ്രീ ഭഗവാനെ, ഭക്തവത്സല ഭഗവാനെ, ശ്രീരാമ ദർശനം വരെ നമ്മുടെ ജീവൻ അങ്ങ് കാത്തുകൊള്ളണേ ഭഗവാനെ. ലക്ഷ്മണ, ഇതാ കഴുകിന്റെ രൂപമെടുത്തൊരു രാക്ഷസൻ. ഇവൻ എന്റെ സീതയെ കൊത്തി തിന്നിട്ട് കിടക്കുകയാണ്. ഇവനെ നാം ഇപ്പോൾ വധിക്കും. ആ പ്രഭോ, ശ്രീരാമ, അവിടുന്ന് ഔഷധം പോലെ തിരിഞ്ഞു നടക്കുന്ന സീതാദേവിയെയും എന്റെ ജീവനെയും രാക്ഷസ രാജാവായ രാവണൻ കട്ടുകൊണ്ടുപോയി. രാവണനോ? അതെ, രാവണൻ. അവൻ സീതാദേവിയെ കൊണ്ട് പോകുമ്പോൾ ആകാശമാർഗത്തിൽ വെച്ച് അവനെ ആക്രമിച്ചു. അവന്റെ തേരും വില്ലും പടച്ചിട്ടയും ഞാൻ തകർത്തു. പക്ഷെ അവൻ അശൈവഘട്ടം കൊണ്ട് തന്നെ വെട്ടി വീഴ്ത്തി. അവൻ, ആ രാക്ഷസൻ, എന്നെ കൊന്നിരിക്കുന്നു. ലക്ഷ്മണ, ഇത് ജടായുവല്ലേ? അച്ഛന്റെ സ്നേഹിതനായ പക്ഷിരാജൻ. അതെ അതെ ലക്ഷ്മണ, എന്റെ നിർഭാഗ്യം ഇതാ ഈ പക്ഷിരാജന്റെ മരണത്തിന് കൂടി കാരണമായിരിക്കുന്നു. അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങന്റെ പിതാവിന്റെ മിത്രമാണ്. പറയൂ, എന്റെ സീതയെ ആ രാവണൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പ്രഭോ, എന്റെ ചിറകരിഞ്ഞിട്ട രാവണൻ തെക്കു ദിക്കിലേക്കാണ് പോയത്. കുമാര, ഇതവന്റെ നാശത്തിന്റെ നാന്തിയാണ് കുമാര. അവനെ വധിക്കാൻ അങ്ങേക്കാകൂ.
ലക്ഷ്മണ, എനിക്ക് വേണ്ടി ഇദ്ദേഹം മരണം വരിച്ചിരിക്കുന്നു. അച്ഛൻ്റെ ഉറ്റമിത്രമായിരുന്ന ഇദ്ദേഹം അച്ഛനോളം തന്നെ നമുക്ക് പൂജ്യനും മാന്യനുമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം നമുക്ക് ഉചിതമായി സംസ്കരിക്കണം, ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശരി ജ്യേഷ്ഠ, നമുക്ക് ഗോദാവരി തീരത്ത് ചിതയൊരുക്കാം. അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. ഭക്തനായുള്ളവന് വന്നീടും മത്സാരൂപ്യം. ലക്ഷ്മണ, നമ്മുടെ ഉദകപിണ്ഡങ്ങൾ ആ പക്ഷിശ്രേഷ്ഠന്റെ ആത്മാവിനെ ഉത്തമ ലോകങ്ങളിലേക്ക് തന്നെ നയിക്കും. ആ ആത്മാവ് ഉത്തമ ലോകങ്ങളിലേക്ക് തന്നെ പോകും. ഹായ്, വരൂ വരൂ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെ അറിയില്ലേ? ഞാനാണ് അയോമുഖി. എന്നേക്കാൾ സുന്ദരി ഈ ലോകത്താരും ഉണ്ടാവില്ല. വരൂ. കൊല്ലല്ലേ ലക്ഷ്മണ, മായാവികളാണെങ്കും കരുതണം. വരൂ, നടക്കാം. നന്നായിരുന്നു. ജഡായു നന്നായിരുന്നു. ജഡായു കാരണമാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഒരു നിങ്ങളുടെ ആ ഒരു ഇതിന് കുറച്ചും കൂടെ പ്രൊജക്ട് ചെയ്ത് നിന്നത് ജഡായു ആയിരുന്നു. നമുക്ക് പരിചയപ്പെടാൻ. പേര് പറയും. ആദർശ് കൃഷ്ണൻ, 9ാം ക്ലാസ്സിൽ പഠിക്കും. ശ്രീനന്ദ് ഗിരീഷ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശ്രീനന്ദ് ഗിരീഷ് 8ൽ പഠിക്കുന്നു. ഒരു പേടി ഉണ്ടായിരുന്നു അല്ലേ? ചെറുതായിട്ടൊരു പേടി അല്ലേ? തേജസ്വി പിള്ളൈ, 9th പഠിക്കുന്നു. നവീൻ കൃഷ്ണ, 8th പഠിക്കുന്നു. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ. ജഡായു അസലായിരുന്നു. പ്രത്യേകിച്ച് ഡയലോഗ് റെൻഡറിങ്, ബോഡി മൂവ്മെൻറ്റും ഒക്കെ തന്നെ വളരെ നന്നായിരുന്നു. രാമനും ലക്ഷ്മണനും കുറച്ചുകൂടെ ഡയലോഗിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോപാലകൃഷ്ണൻ സാർ. ആ ജഡായുവിൻ്റെ ആ മരണവും ആ പെടച്ചിലും നന്നായിരുന്നു, അസലായി. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ നന്നായിരുന്നു. ഈശ്വജി. നന്നായിരുന്നു. സാറ് പറഞ്ഞ പോലെ താഴെ കിടന്നാക്കി എഴുതുന്ന സീനൊക്കെ അതിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ഡയലോഗ് ഡെലിവറി നന്നായിരുന്നു. ഓവറോൾ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് മാർക്സിലോട്ട് പോകാം. ശ്രീകുമാർ സാർ. 14 മാർക്കാണ് ഔട്ട് ഓഫ് 20. ഗോപാലകൃഷ്ണൻ സാർ. ഞാനും 14 മാർക്ക് തരുന്നു. അതിലേറ്റവും കൂടുതൽ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ജഡായുവാണ്. ബാക്കിയുള്ളവരൊട്ടും മോശമൊന്നുമല്ല കേട്ടോ. വെരി ഗുഡ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ചില ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് 14. അപ്പോൾ നിങ്ങൾ ആകെ നേടിയിരിക്കുന്നത് 42 മാർക്കാണ്. ഓൾ ദി ബെസ്റ്റ്. ഈ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.